പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ചാലക്കുടി പുഴ. പുഴയുടെ ചുറ്റിനും ഒരു ദിവസം ആളുകൾ കൂടി നിൽക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഒരേ ദിശയിലേക്ക്. പുഴയുടെ നടുവിൽ നീണ്ട ഇടതൂർന്ന മുടിയുള്ള മനോഹരിയായ ഒരു സ്ത്രീ. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പുഴയുടെ നടുവിൽ അവൾ മുങ്ങിക്കുളിക്കുന്നതായി തോന്നും. അവളെ സമീപിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ഞെട്ടി. സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാകും അതൊരു മൃതശരീരമാണെന്ന്. ആ ശരീരം കല്ലിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം മൃതശരീരം പൊങ്ങി വരുമ്പോൾ കയറിൽ ബന്ധിച്ചിട്ടുള്ള ബന്ധനം മുറുകുമ്പോൾ മൃതശരീരം കമഴ്ന്നു വീഴും. ഇത് ആവർത്തിച്ചു നടക്കുമ്പോൾ ആ സ്ത്രീ കുളിക്കുന്നതായാണ് ആദ്യം തോന്നുന്നത്. അത് കാണാനായിരുന്നു ആളുകൾ അവിടെ കൂടി നിന്നത്. നാട്ടുകാരിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു. അതുപ്രകാരം പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ജീപ്പ് റോഡിൽ നിർത്തിയ ശേഷം അവർ കുറച്ചു മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും നാട്ടുകാർ ആ ശരീരം കരയ്ക്കടുപ്പിച്ചിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരാണവൾ? ആ ശരീരം എവിടെ നിന്നെത്തി? ആരാണ് അവളെ കൊന്നത്? ഈ കൊലപാതകത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലേക്ക് നമുക്ക് പോകാം. വിൻഡി നൈറ്റ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പോലീസുകാർ അവിടെ എത്തുമ്പോൾ ആ ശരീരം ഒരു ഷീറ്റ് വിരിച്ച് അവർ കിടത്തിയിരുന്നു. മുഖമാകെ ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയിരിക്കുന്നു. ഒപ്പം ചെറുമീനുകൾ അവർക്കാകും വിധം അതിന്റെ മോടി കൂട്ടിയിരിക്കുന്നു. കണ്ടാൽ തന്നെ ഭയപ്പെടുത്തുന്ന കാഴ്ച. മൃതശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന കല്ല് പതുക്കെ അഴിച്ചുമാറ്റി. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും കൊന്നയാളുടെ ഒരു പിഴവ് മൂലമാണ് ബോഡി പൊങ്ങി വന്നതെന്ന്. ബോഡി കല്ലിൽ ചുറ്റിയിരിക്കുന്ന കയർ ചെറുതായൊന്ന് അഴിഞ്ഞതാണ് അത് ഉയർന്നു വരാൻ കാരണം. ഈ മൃതശരീരം ചാലക്കുടി പാലത്തിന്റെ താഴെയെത്തിയ സമയവും അവിടെ നിന്ന് ഈ കുളിക്കടവ് വരെയുള്ള ദൂരവും പോലീസ് അളന്നു തിട്ടപ്പെടുത്തി. കൂടാതെ എത്ര മണിക്കാണ് ഈ പാലത്തിന്റെ താഴെ എത്തിയത്, കരയ്ക്കടുപ്പിച്ച സമയവും അതിന്റെ കൂടെ പോലീസ് രേഖപ്പെടുത്തി. നാട്ടുകാർക്കും ആ സ്ത്രീ ഏതാണെന്ന് മനസ്സിലായില്ല. കാരണം ആസിഡ് ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് മുഖം വളരെ വികൃതമായിരുന്നു. മൃതശരീരത്തിന്റെ ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫറോട് മുഖമൊന്ന് യഥാർത്ഥ സ്ത്രീരൂപമാക്കി മാറ്റിത്തരാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതശരീരം ആംബുലൻസിൽ കയറ്റി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്താനായി കൊണ്ടുപോയി. അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. സർജൻ പറഞ്ഞത് മരണം സംഭവിച്ചിരിക്കുന്നത് 48 മണിക്കൂർ മുമ്പാണ്. മരണകാരണം തലയുടെ പുറംഭാഗത്ത് ശക്തിയായി ഏറ്റ അടിയുടെ മുറിവ് കാരണമാണ്. ആ മുറിവിലൂടെ രക്തം വാർന്നാണ് സ്ത്രീ മരിച്ചിരിക്കുന്നത്. ഈ മരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ആസിഡ് ഒഴിച്ച് മുഖം വികൃതമാക്കിയിരിക്കുന്നത്. മരണം സംഭവിച്ച് 30 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് ബോഡി വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ കിടന്നിട്ടുള്ളത് 18 മണിക്കൂർ. ഇതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് തിരിച്ച് സ്റ്റേഷനിലെത്തി. അവിടെ ഫോട്ടോഗ്രാഫർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ മരിച്ച സ്ത്രീയുടെ ഒരു ഏകദേശ രൂപമുള്ള ക്ലിയർ ഫോട്ടോ പോലീസിന് കൈമാറി. ചാലക്കുടി പാലത്തിന് നേരെ താഴെ നിന്നും കുളിക്കടവിലേക്ക് 1 കിലോമീറ്റർ ദൂരം. ഈ 1 കിലോമീറ്റർ ദൂരത്ത് എത്താനെടുത്ത സമയം 2 മണിക്കൂർ. അതായത് ഈ ഭാരമുള്ള കല്ല് വഹിച്ചുകൊണ്ട് ഈ ശരീരം കുളിക്കടവിലേക്ക് എത്താനെടുത്ത സമയം. ഇത് പ്രകാരം പോലീസ് ഒരു കണക്കുകൂട്ടൽ നടത്തി. ഡോക്ടർ പറഞ്ഞത് 18 മണിക്കൂറായി മൃതശരീരം വെള്ളത്തിൽ കിടക്കുന്നതെന്നാണ്. അതായത് 9 കിലോമീറ്റർ മുമ്പിലായിരിക്കണം ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുപ്രകാരം നദിക്ക് പാരലായിട്ടുള്ള റോഡിലൂടെ പോലീസ് സഞ്ചരിച്ചു. അത് മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. എന്നിരുന്നാലും 9 കിലോമീറ്ററോളം പോലീസ് സഞ്ചരിച്ചു. ആ വഴിയൊക്കെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കരിങ്കൽ കൂട്ടം കണ്ടു. മെല്ലെ പോലീസ് ജീപ്പ് അവിടെ നിർത്തി അവരവിടെ ഇറങ്ങി. അവിടെ അടുത്ത് ഒരു വീട് വയ്ക്കാനാണ് ആ കല്ല് ഇറക്കിയിട്ടിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ആ കല്ലുകൾക്ക് ഈ മൃതശരീരം ബന്ധിപ്പിച്ചിരിക്കുന്ന കല്ലുമായി നല്ല സാമ്യമുണ്ടെന്ന് പോലീസുകാർക്ക് തോന്നി. നേരെ നദിക്കരയിലേക്ക് അവർ നീങ്ങി. 7 അടിയോളമെങ്കിലും ഉയരമുണ്ടാകും നദിയുടെ ഉപരിതലത്തിൽ നിന്നും കരയിലേക്ക്. അവിടെ തൊട്ടടുത്ത ഒരു മരം ആറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു തടം പോലെ രൂപപ്പെട്ടിട്ടുമുണ്ട്. ആ തടത്തിലേക്ക് ഇറങ്ങി നിന്ന് പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ ഒരു 100 കിലോമീറ്റർ മാറി ഒരു കള്ളുഷാപ്പ് കണ്ടു. വാർത്തകളുടെ പ്രഭവ കേന്ദ്രം ഇതുപോലുള്ള കള്ളുഷാപ്പുകളാണല്ലോ. അതുകൊണ്ട് തന്നെ മഫ്തിയിൽ ഒരു പോലീസുകാരനെ അങ്ങോട്ടേക്ക് അയച്ചു. എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ.
അരമണിക്കൂറിന് ശേഷം മുഷിഞ്ഞൊരു വസ്ത്രം ധരിച്ച ഒരാളുമായി പോലീസുകാരൻ മടങ്ങിയെത്തി. ഷാപ്പിൽ തർക്കം നടക്കുന്നതിനിടെ അവിടെ നിന്ന് ഒരാളുമായാണ് പോലീസുകാർ അവിടെ എത്തിയത്. വന്നപാടെ അയാൾ തർക്കം അവിടെയും തുടർന്നു. "സർ, ഞാൻ മല്ലികയെ കണ്ടതാണ്. 3 ദിവസം മുമ്പ്. ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കുന്നില്ല. കാരണം 7-8 വർഷം മുമ്പ് മല്ലിക നാടുവിട്ടു പോയതാണ്. അവർ പറയുന്നത് മല്ലികയുമായി രൂപസാദൃശ്യമുണ്ട് മൃതശരീരത്തിനെന്ന്. പക്ഷേ ഞാൻ കണ്ടതാണവളെ." "മല്ലികയെ തനിക്കറിയാമോ?" എന്ന് പോലീസ് അയാളോട് ചോദിച്ചു. "അതെ സാർ" എന്നായിരുന്നു അയാളുടെ മറുപടി. "ഇവിടെ അടുത്തുള്ള സരസ്വതിയുടെ മരുമകളാണവൾ. കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. അവളൊരു തയ്യൽ കടയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു" എന്നായിരുന്നു അയാളുടെ മൊഴി. പോലീസ് ജീപ്പ് നേരെ കാർത്തികയുടെ തയ്യൽക്കടയുടെ മുമ്പിൽ വന്ന് നിന്നു. "മല്ലികയെ അറിയാമോ?" എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു അവരുടെയും മറുപടി. "കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നോ?" എന്ന് ചോദിച്ചു. "അതെ സർ, അവളിവിടെ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്നു. 7-8 വർഷം നാട്ടിലില്ലായിരുന്നതുകൊണ്ട് ഇപ്പോൾ വന്നപ്പോൾ എന്നെ കാണാൻ വന്നതാണ്. ഭർത്താവുമായി പ്രശ്നമുണ്ടായി വീട്ടിൽ നിന്നും മാറിയതായിരുന്നു അവൾ. ഇപ്പോൾ അദ്ദേഹം പിണക്കമെല്ലാം തീർത്ത് മെസ്സേജ് എന്തോ അയച്ച പ്രകാരമാണ് അവൾ നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ബസ് കണ്ടക്ടറായിരുന്നു. വീട്ടിൽ വളരെ കഷ്ടപ്പാടായതുകൊണ്ട് ആരോടൊക്കെയോ പണം കടം വാങ്ങി ഗൾഫിൽ പോയി അദ്ദേഹം. അവിടെ ചെന്നിട്ട് കുറേ നാള് ജോലിയില്ലാതെ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് മല്ലിക കുറേ കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തിയത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും രാപ്പകലില്ലാതെ അധ്വാനിക്കുമായിരുന്നു അവൾ. ഗൾഫിലുള്ള അവളുടെ ഭർത്താവിനോട് നാട്ടുകാരിൽ ചിലർ വിളിച്ചു പറയുമായിരുന്നു മല്ലിക ആരുടെയോ ബൈക്കിൽ കയറിപ്പോയെന്നും മറ്റുമുള്ള കഥ. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ അവളെ കൂടുതൽ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ അദ്ദേഹം വരുന്നത് അവൾക്ക് പേടിയുമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൾ നാടുവിട്ടു പോയത്. കാർത്തിക പറഞ്ഞു നിർത്തി. പോലീസ് പിന്നീട് പോയത് മല്ലികയുടെ ഭർത്താവിന്റെ വീട്ടിലേക്കായിരുന്നു. അയാൾ അപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. മല്ലിക അവിടെയുണ്ടോ എന്ന് പോലീസ് ചോദിച്ചതനുസരിച്ച് ഭർത്താവ് സുകുമാരൻ പറഞ്ഞു, "അവളിവിടെയില്ല, 7-8 വർഷം മുമ്പ് നാടുവിട്ടു പോയതാണെന്ന്." അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നും അയാൾ കൂട്ടിച്ചേർത്തു. ബാംഗ്ലൂരിൽ രോഗികളെ പരിചരിക്കാൻ പോകുന്നുവെന്നാണ് ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്. കൂടുതലൊന്നും എനിക്കറിയില്ല സാർ. പോലീസ് നേരെ വീട്ടിലേക്ക് കയറി പരിശോധന തുടങ്ങി. വീടിന്റെ അകത്ത് ഒരു പൂട്ടിയിട്ട മുറിയുണ്ടായിരുന്നു. പൂട്ടു തുറന്ന് അകത്ത് കയറിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അവിടെ ചോര തുടച്ചു കളഞ്ഞ പാടുകൾ. മുറിയിൽ ഒരു ഫോട്ടോയിൽ സുകുമാരനും അതിന്റെ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെയും പോലീസ് കണ്ടു. ആ സ്ത്രീയുടെ മുഖം കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇത് അവിടെ മരിച്ചു കിടന്ന സ്ത്രീയാണെന്ന്. കാരണം ഫോട്ടോഗ്രാഫർ തന്ന സ്ത്രീയുടെ മുഖവുമായി അതിന് സാമ്യമുണ്ടായിരുന്നു. ആ മുറിയിൽ നിന്ന് ഒരു സൂട്ട് കേസും പോലീസ് കണ്ടെടുത്തു. അത് മല്ലികയുടേതായിരുന്നു. അതിലും രക്തക്കറയുടെ പാടുകളുണ്ടായിരുന്നു. കൂടാതെ ഒരു ടിക്കറ്റ് കണ്ടെത്തി. അതായത് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോരുന്ന ഒരു ട്രാവൽസിൽ റിസർവ് ചെയ്ത ഒരു ടിക്കറ്റായിരുന്നു അത്. അതും 3 ദിവസം മുൻപത്തെ ഡേറ്റിൽ. പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചോദ്യം ചെയ്യലിനൊടുവിൽ ഭർത്താവ് സുകുമാരൻ കുറ്റം സമ്മതിച്ചു. അയാൾ പറഞ്ഞതിങ്ങനെ: "അവൾ യാത്ര കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു. മക്കൾ എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു ആ രാത്രി. എനിക്കവളോട് കടുത്ത ദേഷ്യമായിരുന്നു. വന്ന പാടെ തന്നെ കമ്പിവടിയെടുത്ത് അവളുടെ തലയ്ക്കടിച്ചു. അടികൊണ്ട് ഉടനെ അവൾ നിലത്ത് വീണു പിടഞ്ഞു. അപ്പോൾ തന്നെ കരുതി വെച്ചിരുന്ന ആസിഡ് എടുത്ത് അവളുടെ മുഖത്തൊഴിക്കുകയും ചെയ്തു. വേദന കൊണ്ട് പിടയുന്നത് ഞാൻ നോക്കി നിന്നു. അവളുടെ ചലനം നിലയ്ക്കുന്നതുവരെ അങ്ങനെ നോക്കി നിന്ന് പിന്നീട് ആ മുറിയിലേക്ക് മാറ്റിക്കിടത്തി. ശേഷം കതകടച്ച് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. മക്കളുടെ ഒപ്പം അന്ന് അവിടെയാണ് കിടന്നുറങ്ങിയത്. എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന ആലോചനയിലായിരുന്നു രാത്രി നിറയെ. അടുത്ത ദിവസം രാവിലെ ചെല്ലപ്പൻ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ പോയി കണ്ടു. അന്ന് വൈകുന്നേരം വീട്ടിലേക്കൊന്ന് വരണം, ഒരു ജോലിയുണ്ടെന്ന് മാത്രം പറഞ്ഞ് സുകുമാരൻ അവിടെ നിന്നും പോന്നു. അന്ന് വൈകുന്നേരം അയാൾ വീട്ടിലേക്ക് വന്നു. അയാളോട് കാര്യം പറഞ്ഞു. കുറച്ച് മദ്യവും വിളമ്പി. അങ്ങനെ 11 മണിയായപ്പോൾ അവർ ബോഡി ഓട്ടോറിക്ഷയിൽ കയറ്റി പുതുക്കാട് കള്ളുഷാപ്പിന് അടുത്തെത്തി. അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ കുറേ കരിങ്കല്ല് കിടക്കുന്നത് കണ്ടു. അങ്ങനെ ശരീരം കരിങ്കല്ലിൽ കെട്ടി അവിടെയുള്ള തടത്തിലേക്കിറങ്ങി ശരീരം
നേരെ വെള്ളത്തിലേക്ക് എടുത്തിട്ടു. അവിടെ കിടന്നോളുമെന്ന് കരുതി. സുകുമാരന്റെ മൊഴി പ്രകാരം ചെല്ലപ്പനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്ന് തന്നെ തെളിവുകൾക്കായി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മുറിയിലുണ്ടായിരുന്നു രക്തക്കറയുടെ പാടുകൾ. ഓട്ടോറിക്ഷയിൽ നിന്നും ലഭിച്ചു രക്തത്തിന്റെ അവശിഷ്ടങ്ങൾ. ഒപ്പം ആസിഡിന്റെ കുപ്പിയും കമ്പിവടിയും പോലീസിന് ലഭിച്ചു. തെളിവുകൾ വെച്ച് അവരെ കോടതിയിൽ ഹാജരാക്കി. ചാലക്കുടി പുഴയിൽ നടന്ന ഈ സംഭവത്തിൽ ഭർത്താവ് സുകുമാരൻ തന്റെ ഭാര്യ മല്ലികയെ കൊലപ്പെടുത്തിയതിൽ കുറ്റം സമ്മതിക്കുകയും പോലീസ് ശക്തമായ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. ഈ അന്വേഷണത്തിൽ സുകുമാരന്റെ സുഹൃത്ത് ചെല്ലപ്പനും പങ്കാളിയാണെന്ന് കണ്ടെത്തി. അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഈ സംഭവത്തിൽ പോലീസ് പ്രമാദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു.